പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ദിവസം 50 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? ചിലപ്പോൾ ഒരു ദിവസം പറ്റുമായിരിക്കും. എന്നാൽ വർഷത്തിൽ 365 ദിവസവും 3 നേരം ഭക്ഷണവും കൊടുക്കുകയും മറ്റു സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഇതുപോലെയുള്ള അഗതി മന്ദിരങ്ങൾ കണ്ടോ? ഇത് കൊല്ലം ജില്ലയിലെ ഇരവിപുരത്ത് കഴിഞ്ഞ 25 വർഷക്കാലമായി പ്രവർത്തിക്കുന്ന അഭയം എന്ന അഗതി മന്ദിരമാണ്. തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന അമ്മമാരെയും ഉറ്റവരും ഉടയവരുമൊക്കെ ഉപേക്ഷിച്ച അമ്മമാരെയുമൊക്കെ സംരക്ഷിക്കുന്ന ഈ അഗതി മന്ദിരം പലപ്പോഴും ഇവിടുത്തെ ചിലവുകളൊക്കെ ഓരോ ദിവസവും ഓരോ നല്ല മനസ്സിന് ഉടമകളൊക്കെ നൽകി വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടിലാണ്. ഏകദേശം 50ഓളം വരുന്ന അമ്മമാരുണ്ട് ഇവിടെ. ഇപ്പോൾ അല്പം ബുദ്ധിമുട്ടിലാണ്. ഇത് കാണുന്ന നല്ലവരായ ഒരുപാട് ആളുകളുണ്ട് നമുക്കിടയിൽ. അവരൊക്കെ ചേർന്ന് അവരുടെയൊക്കെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ഉണ്ടായാൽ ഇവിടുത്തെ അമ്മമാർക്ക് ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം. നമ്മൾ എത്രയോ പൈസകളാണ് അനാവശ്യമായി ചില സമയങ്ങളിൽ ചിലവഴിക്കുന്നത്. എത്രയോ വലിയ ദേവാലയങ്ങളിൽ നമ്മൾ പണം ചിലവഴിക്കുന്നു. ഒരു നേരം ഒരാൾക്കെങ്കിലും ഭക്ഷണം നൽകാൻ നമുക്ക് സാധിച്ചാൽ വളരെ വലിയൊരു കാര്യം തന്നെയാണ് അത്. ഓർക്കുക, അന്നദാനം മഹാദാനമാണ്. ഒരു മനുഷ്യജന്മത്തിലെ ഏറ്റവും വലിയ പുണ്യമാണ് അന്നദാനം നടത്തുക എന്നുള്ളത്. നമ്മുടെയൊക്കെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ നടക്കുമ്പോൾ ഈ അമ്മമാരുടെ കാര്യം കൂടി നമ്മളൊന്ന് ഓർക്കുക. അവർക്ക് വേണ്ടി കൂടി നമ്മൾ കുറച്ച് ഭക്ഷണം മാറ്റിവെക്കുകയോ അതുമല്ലെങ്കിൽ ഒരു നേരം ഇത്രയും അമ്മമാർക്ക് ഭക്ഷണം ഒരുക്കുകയോ ചെയ്താൽ അതിലും വലിയ പുണ്യം ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. നമുക്കെല്ലാം എല്ലാം ഉണ്ട് എന്ന് കരുതി നമ്മളൊക്കെ ചിലപ്പോൾ അഹങ്കരിക്കുമ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഇടയ്ക്കൊക്കെ ഒന്ന് സന്ദർശിക്കണം. ഒരു കാലത്ത് എല്ലാം ഉണ്ടായിരുന്ന ഉറ്റവരും ഉടയവരും ഒക്കെ ഉണ്ടായിരുന്നവരാണ് ഇന്ന് ഈ അവസ്ഥയിൽ ഇവിടെ കഴിയുന്നത്. എൻ്റെ പേര് ബെനഡിക്റ്റ് സഫർനസ് എന്നാണ്. ഞാൻ ഒരു സെക്രട്ടറി സ്ഥാനത്താണ്. എൻ്റെ വീട്ടിലാണ് ആദ്യം ഒരാളെ കൊണ്ടാണ് ഇത് തുടങ്ങിയത്. എൻ്റെ വീട്ടിൻ്റെ പരിസരത്ത് ഒരു അമ്മ കടലിൽ ചാടി മരിക്കാനായിട്ട് വന്നപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി വിളിച്ച് അമ്മ എൻ്റെ വീട്ടിൽ ഞാനിങ്ങനെ കിട്ടുന്നവരെയൊക്കെ ആ ഏരിയയിൽ ഭിക്ഷ എടുത്ത് കിടക്കുന്നവരെയൊക്കെ ഓരോ സ്ഥാപനങ്ങൾ കൊണ്ടാക്കുന്നത് അറിയാവുന്നതുകൊണ്ട് 25 വർഷത്തിന് മുമ്പ് ആ അമ്മ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ ഇവിടെ ഫാദർ ജോയ് 8 വീട്ടിലുണ്ടായിരുന്നു. ആ അച്ഛനുമായിട്ട് ചേർന്ന് ഈ അമ്മയെ 4 മാസത്തോളം വീട്ടിൽ കൊടുക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ല. അതിനുശേഷം എൻ്റെ വീട്ടിൽ തന്നെ തുടങ്ങുകയും 25 അതിനുശേഷം കിട്ടുന്ന വഴിയിൽ കിട്ടുന്നവരെല്ലാവരെയും ഭിക്ഷ എടുത്ത് നടക്കുന്ന എല്ലാ സഹോദരിമാരെയും പിടിക്കുകയും കിട്ടാവുന്നിടത്തോളം അവരെ സംരക്ഷിക്കുന്നു. പോലീസ് കൊണ്ടുവരുന്നവരെ സംരക്ഷിക്കുന്നു. ഇന്നും അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. സ്ഥാപനത്തിന്റെ പേര് ഇരവിപുരം അഭയം ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. ഇത് തുടങ്ങിയിട്ട് 97 തുടങ്ങിയതാണ്. 25 വർഷമായി. ഇന്ന് വരെ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായം കൊണ്ടാണ് നടക്കുന്നത്. ജാതിഭേദം ഇല്ലാതെയും സ്ത്രീകൾക്ക് വേണ്ടിയാണ്. പ്രായമില്ല. ഒരു സ്ത്രീകൾക്ക് 92 വയസ്സായ സ്ത്രീ വരെ അവരമ്മ വരെ ഇവിടെ ഉണ്ട്. അവരെല്ലാവരും തെരുവിൽ നിന്നാണ് കൂടുതലും കൊണ്ടുവരുന്നത്. വീടുകളിൽ നിന്ന് കൊണ്ടുവന്നോ അവർ ബോർഡിംഗ് ഫീസ് വന്നോ ഒന്നും അല്ല. തെരുവിൽ നിന്ന് കിട്ടുന്നവരെ പോലീസാണ് കൂടുതലും കൊണ്ടുവരുന്നത്. ഇന്നും ആ പോലീസിന്റെ സഹായത്തോടു കൂടി ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഗണേശാണ് കൂടുതൽ ഇവിടെ ആൾക്കാരെ കൊണ്ടുവരുന്നത്. ഇന്നും ഇപ്പൊ ഒരു സ്ത്രീയെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊണ്ടുവരുമ്പോൾ എല്ലാവരും മാനസിക രോഗികളാണ്. പിന്നെ അവർ കൊണ്ടുവന്ന് വസ്ത്രവും ആഹാരവും മരുന്നും ഒക്കെ കൊടുത്ത് ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ അവർക്ക് സുബോധം തിരിച്ചു കിട്ടുന്നത്. അവർ കൊണ്ടുവരുമ്പം പേര് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവർ വരുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് അവർ ശരിയാകുന്നുണ്ട്. അങ്ങനെ 25 വർഷമായി ഇത് മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഇവിടെ മരിക്കുന്നവരെ എല്ലാവരെയും ഹിന്ദുക്കളാണെങ്കിൽ ഞങ്ങൾ പോളയത്തോട് ശ്മശാനത്തിൽ കൊണ്ടുപോകും. ക്രിസ്ത്യാനികളെയാണെങ്കിൽ ഇരുവരും പള്ളിയിൽ അടക്കം ചെയ്യുന്നുണ്ട്. മുസ്ലിങ്ങളെയാണെങ്കിൽ പള്ളിമുക്ക് മുസ്ലിം പള്ളിയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യുന്നു. അങ്ങനെ ജാതി അടിസ്ഥാനത്തിൽ അവരവരുടെ മതാചാര പ്രകാരം തന്നെയാണ് ഞങ്ങൾ അടക്കം ചെയ്യുന്നത്. അതേ രീതിയിലാണ് ഇവിടുത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ ഓരോരുത്തരുടെയും മതാചാര പ്രകാരം തന്നെയാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോഴും 25 വർഷത്തോളം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം സാമ്പത്തികത്തിന് ബുദ്ധിമുട്ടെന്ന് പലരുടെയും സഹായം കിട്ടാനും പ്രയാസമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നല്ല മനസ്സുള്ളവരോ പരിചയക്കാരോ ഉണ്ടെങ്കിൽ ആഹാരം, വസ്ത്രം, മറ്റുള്ള ഏത് രീതിയിലും സാമ്പത്തികമായി ഒക്കെ സഹായിക്കുകയാണെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. മാസത്തിന്റെ ആദ്യം ആകുമ്പോൾ തന്നെ കറണ്ട് ചാർജ് വേണം, ഫോൺ ചാർജ്, വെള്ളം, അങ്ങനെ ഒരുപാട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ നല്ല മനസ്സരായ നല്ല നാട്ടുകാർ ആരുടെയെങ്കിലും സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു.